നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1600 രൂപ വീതമാണ് ഓരോ മാസം ക്ഷേമ പെൻഷനായി പെൻഷൻ തുക ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷനോ അതുപോലെ തന്നെ സാമൂഹ്യ വകുപ്പ് പെൻഷനൊക്കെ കൈപ്പറ്റുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കണം. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുവാൻ പോകുന്നത്. സംസ്ഥാനത്തുള്ള ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് എല്ലാ തവണയും സംസ്ഥാന സർക്കാർ പറയുന്ന സമയത്ത് കൃത്യമായി പൂർത്തിയാക്കുന്ന ആളുകൾക്ക് കൃത്യമായി 1600 രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമുക്ക് 2024 ജനുവരി മാസം മുതൽ ഇങ്ങോട്ട് 5 മാസത്തെ ക്ഷേമ പെൻഷൻ തുക സംസ്ഥാന സർക്കാർ നൽകേണ്ടതായിട്ട് ബാക്കിയുണ്ട്. ഇത്തരത്തിൽ 8000 രൂപയാണ് സംസ്ഥാന സർക്കാരിൻ്റെ കൈകളിൽ നിന്നും ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുവാൻ ബാക്കിയുള്ളത്. കൃത്യമായി ഇനി അങ്ങോട്ട് 1600 രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ തയ്യാറെടുത്തിരിക്കുന്നത്. അതോടൊപ്പം ഇതിൻ്റെ കൂടെ 1600 രൂപ കുടിശ്ശികയുള്ള പെൻഷൻ തുകയിൽ നിന്നും ഒപ്പരം വിതരണം ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ 3200 രൂപയായിരിക്കും വിതരണം ചെയ്യുക. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDFന് ഏറ്റ കനത്ത തിരിച്ചടി തോൽവിയൊക്കെ ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക എന്ന് പറയുന്നത്. കാര്യം LDFൻ്റെ പല നേതാക്കന്മാരും അഭിപ്രായപ്പെട്ടും ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ കൃത്യമായി അതാത് മാസം 1600 രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നു എന്നുള്ള പുതിയ തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ബയോമെട്രിക് ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന എല്ലാ ആളുകൾക്കും സംസ്ഥാന സർക്കാർ ഈ ഒരു തുക വിതരണം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റ് പെൻഷൻ തുക സംബന്ധിച്ച വാർത്തകളും മറ്റ് അറിയിപ്പുകൾക്കുമായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പുതിയൊരു വാർത്താ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.